പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി അങ്ങേ തിരുസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ സഹായവും ശക്തമായ ഇടപെടലും അത്രമേൽ ഞങ്ങൾക്ക് ആവശ്യമാണെന്ന് അങ്ങേക്കറിയാമല്ലോ. ആ തിരിച്ചറിവിൽ നിന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ കുടുംബങ്ങളെ അവിടുന്ന് സഹായിക്കണം. ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ അങ്ങ് ഇടപെടണം, അങ്ങ് നയിക്കണം, അങ്ങ് നിയന്ത്രിക്കണം, അങ്ങയുടെ ശക്തി പ്രകടമാക്കണം. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും സ്വീകരിച്ച് കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ, പ്രത്യേകിച്ച് ഈശോയെ, അഭിഷിക്തനായി ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരെല്ലാവരെയും അനുഗ്രഹിക്കണം. ഇവരുടെ രോഗപീഠകൾ അങ്ങ് സുഖപ്പെടുത്തണം. അതിശക്തമായ കരബലം ഇവരുടെ ജീവിതത്തിൽ പ്രകടമാക്കണം. ഈ കൂട്ടായ്മ അനേക മക്കൾക്ക് വേണ്ടി കൃപ വിളിച്ചിറക്കി കൊടുക്കുന്ന ഒരു വലിയ കൂട്ടായ്മയായിട്ട് മാറണം. ഈ കൂട്ടായ്മയിൽ അങ്ങയുടെ സാന്നിധ്യത്തിന്റെ ശക്തി അനുഭവിച്ചറിയാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അനേക മക്കൾക്ക് കർത്താവെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരാനുള്ള വലിയൊരു ദാഹവും മനസ്സും നൽകി അനുഗ്രഹിക്കണമേ. ഈ മക്കള് ആർക്കൊക്കെ ഈ ശുശ്രൂഷ പങ്കുവച്ചു കൊടുക്കുന്നുവോ ആ മക്കളെല്ലാവരും അത് സ്വീകരിച്ച് അതിന്റെ അർത്ഥവും ആവശ്യകതയും മനസ്സിലാക്കി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വലിയൊരു മനസ്സ് കൊടുക്കണമേ, ഒരു തുറവി കൊടുക്കണമേ. അനേക ആയിരങ്ങൾ വീണ്ടും വീണ്ടും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മയിൽ ഒരുമിച്ച് ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മള് ഈ ദിവസങ്ങളിൽ പ്രത്യേക മക്കളുടെ പരീക്ഷ, അവിടെ അഡ്മിഷൻ, അവിടെ വിജയം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി മേഖലകൾക്ക് വേണ്ടി നമ്മുടെ മക്കളെ പ്രത്യേക സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ പറയും, മക്കളെ, ഈ സമയം വളരെ പ്രധാനപ്പെട്ട സമയമാണ്. നമുക്ക് ദൈവത്തിന്റെ സഹായം വേണം, ദൈവം ഇടപെടണം. അതുപോലെ നമ്മൾ ഈ സമയത്ത് പരീക്ഷ, എക്സാമിന്റെ വിജയം, അവരുടെ അഡ്മിഷൻ, ഭാവി പഠനം, ഉപരി പഠനം, അതുമായിട്ട് ബന്ധം ഇന്ന് നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് അവർക്ക് നല്ല പഠനം കഴിഞ്ഞ മക്കളുണ്ട്, നല്ല ജോലി ലഭിക്കണം. ഒരു ജോലി ഓറിയന്റേഷൻ ആയിട്ടുള്ള ഒരു കോഴ്സുകളിലേക്ക് അവർ പ്രവേശിക്കണം. അതിനുവേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു ചെറിയ തെറ്റായ തീരുമാനം നമ്മുടെ മക്കളുടെ ഭാവി തന്നെ നശിപ്പിച്ചു കളയണം. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തെറ്റായ തീരുമാനം എടുക്കാതെ കൃത്യമായ തീരുമാനം സ്വർഗത്തിന്റെ ആലോചനയിലും സ്വർഗത്തിന്റെ സഹായത്തിലും നമ്മുടെ മക്കൾക്ക് എടുക്കാൻ പറ്റണം. അങ്ങനെ അവിടെ ദൈവം കൂടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയമാണ് പഠനം കഴിഞ്ഞിറങ്ങുന്ന മക്കൾക്ക് നല്ല ജോലി ലഭിക്കണം. നല്ല സ്ഥലത്ത്, വിദേശത്താണെങ്കിൽ വിദേശത്ത്, സ്വദേശത്താണെങ്കിൽ സ്വദേശത്ത്, ഏത് മേഖലയാണോ അവർക്ക് ജോലി വേണ്ട മേഖല, ആ മേഖലകൾ തുറക്കപ്പെടണം. നല്ല ജോലി. അനേക മക്കള് ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കള്, പഠനം കഴിഞ്ഞു പക്ഷെ ജോലി കിട്ടണില്ല, അല്ലെങ്കിൽ ഇന്റർവ്യൂ കഴിഞ്ഞു അങ്ങോട്ട് പോകാൻ പറ്റണില്ല, വിസ അടിച്ചിട്ട് പോലും പോകാൻ പറ്റാതെ കിടക്കുന്ന മക്കൾ. കഴിഞ്ഞ ദിവസം നഴ്സുമാരായിട്ട് വിദേശത്ത് പോകേണ്ട മക്കള് അവർ വിസ അടിച്ചു വന്നു, പിറ്റേ ദിവസം പോണം, തലേ ദിവസം അവിടുന്ന് എംപ്ലോയറിന്റെ ഇമെയിലും നിൽക്കാം, ഇപ്പോൾ വേണ്ട, പിന്നെ മതി. ആ മക്കളുടെ അവസ്ഥ ഓർത്ത്. പിറ്റേ ദിവസം പോണ്ട മക്കളാ, വിസ വന്നിരിക്കുന്നു, ആ സമയത്ത് പോലും. ഞാൻ പറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ വേദനിക്കുന്ന ഒത്തിരിയേറെ മക്കളുണ്ട്. ജോലി മേഖല, ഒത്തിരി പ്രതീക്ഷ, ഇന്റർവ്യൂ കഴിഞ്ഞു, ഇപ്പൊ പോകാം, അങ്ങനെ കാത്തിരുന്ന് മടുത്തിരിക്കുന്ന മക്കൾ. ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കളുടെ ജോലി മേഖലകൾ തുറക്കപ്പെടണം. മാത്രമല്ല നല്ല ശമ്പളമുള്ള, മാന്യമായി ജീവിക്കാൻ സാധിക്കുന്ന രീതിയിൽ ശമ്പളം ലഭിക്കുന്ന ജോലികൾ, സ്ഥലങ്ങള്, രാജ്യങ്ങള് നമ്മുടെ മക്കൾക്ക് ലഭിക്കണം. മാത്രമല്ല അവരെ കൃപയിൽ വളരാനും ഉദാശയിൽ ജീവിക്കാനും അവർക്ക് ആ ദൈവബന്ധത്തിൽ ജീവിക്കാനൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മുടെ മക്കൾക്ക് ജോലി കിട്ടാൻ. അതുകൊണ്ട് നമ്മുടെ പഠിച്ചിറങ്ങുന്ന മക്കൾക്ക് നല്ല ജോലി അവർക്ക് ലഭിക്കണം. നമുക്ക് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്നവനാണ്. തന്റെ മക്കൾക്ക് എന്താണോ വേണ്ടത് ദൈവത്തിന്. അതുകൊണ്ട് നമ്മളെ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കണം. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടത് നൽകണമേ, അവർക്ക് വേണ്ട ജോലി, തനിക്ക് പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ പോലും
അവർക്ക് വേണ്ടത് നൽകുമെന്ന് പറഞ്ഞ കർത്താവാണ് അവിടെ. ആ കർത്താവ് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടത് അങ്ങ് എന്ത് ജോലി വേണം, എവിടെ ജോലി വേണം, അതിനു വേണ്ട കൃപ, അതിനു വേണ്ട വഴി അങ്ങ് ഒരുക്കണം. നമുക്ക് ഇന്ന് പൈശാചിക സ്വാധീനങ്ങൾ നമ്മുടെ മക്കളെ അവരുടെ ലക്ഷ്യത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി അത് ശക്തമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ തകർത്തെറിഞ്ഞ് പ്രാർത്ഥന കൊണ്ട്, ഉപവാസം കൊണ്ട്, കർത്താവിനെ വിളിച്ച് ഇടപെടുത്തിച്ചുകൊണ്ട് നമ്മുടെ മക്കളുടെ ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി അതിശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കള് നിരാശപ്പെട്ടിരിക്കാൻ പാടില്ല. ഒത്തിരിയേറെ പ്രാർത്ഥനാ വിഷയം, ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കള്, എല്ലാ കോഴ്സും കഴിഞ്ഞു, ഇനി പഠിക്കാനൊന്നുമില്ല, എന്നാൽ ജോലിക്ക് അഡ്മിഷൻ കിട്ടണില്ല, ജോലിക്ക് അപേക്ഷ കൊടുത്തിട്ട് സ്വീകരിക്കുന്നില്ല, സി വി കൊടുത്ത് മടുത്തു, വിദേശത്ത് ചെന്നിട്ട് വിസ പോയിട്ട് ജോലി കിട്ടുന്നില്ല, അവിടുത്തെ പഠനം കഴിഞ്ഞിട്ട് ജോലി കിട്ടണില്ല, വർക്ക് പെർമിറ്റ് കിട്ടണില്ല. ആ മേഖലയിലൊക്കെ ഒത്തിരി വേദനിക്കുന്ന മക്കളുണ്ട്. പഠനം കഴിഞ്ഞു, പാർട്ട് ടൈം ജോലി കഴിഞ്ഞു, അവിടുത്തെ കാലാവധി കഴിഞ്ഞു, വർക്ക് പെർമിറ്റ് ഇല്ല, തിരിച്ചു പോരേണ്ടി വന്ന മക്കൾ. ഇപ്പോൾ തിരിച്ചു പോരാൻ വേണ്ടി 2 മാസമുള്ളൂ, 3 മാസമുള്ളൂ, അതിനിടയ്ക്ക് കിട്ടിയില്ലെങ്കിൽ അകപ്പാടെ വേദനിക്കുന്ന മക്കൾ. നമ്മുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ മക്കൾക്ക് ഉചിതമായ ജോലി ലഭിക്കട്ടെ, അവരുടെ പഠനത്തിനനുസരിച്ചുള്ള ജോലി ലഭിക്കട്ടെ, വർക്ക് പെർമിറ്റ് അവർക്ക് ലഭിക്കട്ടെ. അതോടൊപ്പം തന്നെ എന്താ പറയാ, PR കിട്ടുന്ന മക്കള്, അത് അവർക്ക് തടസ്സങ്ങൾ മാറി PR ഒക്കെ ലഭിക്കട്ടെ. അങ്ങനെ അവരുടെ മക്കള് ജോലി മേഖലയില്, അവരുടെ ഭാവി ജീവിതത്തില്, അവരുടെ സാമ്പത്തിക മേഖലകളില്, അവരുടെ കുടുംബ ജീവിതത്തില് അവരെ സഹായിക്കുന്ന, അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ജോലിയും സാമ്പത്തിക മേഖലകളും നമ്മുടെ മക്കൾക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ സാമ്പത്തികമായി കടബാധ്യതയില് ഒത്തിരി വേദനിക്കുന്ന മക്കൾ വിദേശത്ത് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. കുറെ പേര് വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നുണ്ട്. ലോൺ എടുത്ത് ലോൺ അടയ്ക്കാൻ പറ്റണില്ല, മോർഗേജ് ആയിട്ട് കിടക്കുന്ന അവസ്ഥകൾ, അതോടൊപ്പം തന്നെ ജോലി കിട്ടാത്ത അവസ്ഥകളിൽ, ഷെയർ മാർക്കറ്റിൽ ഇടപെട്ടു, അത് ഫ്ലോപ്പായി പോയി, അതിന്റെ കടബാധ്യത, ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ, രോഗാവസ്ഥയിൽ വേദനിക്കുന്ന മക്കള്, നഴ്സുമാര്, ജോലി ചെയ്യാൻ പറ്റില്ല, നടുവേദന, ഒരു കാലഘട്ടം മുഴുവൻ കഷ്ടപ്പെട്ടതിന്റെ ബാക്കി പത്രം വന്ന പോലെ ജോലി ചെയ്യാൻ പറ്റാത്ത രോഗാവസ്ഥയിൽ വേദനിക്കുന്ന മക്കള്, ജോലിയുമായിട്ട് ബന്ധപ്പെട്ട, ജോലി ലഭിക്കലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളും സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യത്യസ്തങ്ങളായ നിയോഗങ്ങൾ ഇന്ന് പ്രത്യേകം ഒരുമിച്ച് നമ്മുടെ കൂട്ടായ്മയില് കർത്താവിന്റെ സന്നിധിയില് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് അതിശക്തമായിട്ട് നമ്മുടെ ജോലി മേഖലകളില്, നമ്മുടെ മക്കളുടെ ജോലി മേഖലകളില് ഇടപെട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മുടെ മക്കളെ ജോലി മേഖലകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് ഈശോയെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടത് അങ്ങ് നൽകുന്ന ദൈവമാണ്. കർത്താവെ, അങ്ങേക്ക് അസാധ്യമായിട്ട് യാതൊന്നുമില്ല. പഠിച്ചിറങ്ങുന്ന മക്കള്, ജോലിയില്ലാതെ വേദനിക്കുന്ന മക്കള്, ജോലി ചെയ്യാൻ പറ്റാത്ത വിധം ആരോഗ്യത്തിന്റെ രോഗാവസ്ഥയിൽ വേദനിക്കുന്ന മക്കള്, ചിലപ്പോഴെങ്കിലും അവർക്ക് വർക്ക് പെർമിറ്റ് കിട്ടാത്ത അവസ്ഥയിൽ വേദനിക്കുന്ന മക്കള്, കർത്താവെ, വ്യത്യസ്തങ്ങളായ ജോലി മേഖലകളിലുള്ള എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും ഒരുമിച്ച് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം, ഞങ്ങളുടെ ജോലി മേഖലകളെ അനുഗ്രഹിക്കണം, അടഞ്ഞ വടികളെ അങ്ങ് തുറക്കണം. ഒത്തിരിയേറെ ജോലി നഷ്ടപ്പെടുന്ന ഒത്തിരി മക്കൾ പറയാറുണ്ട്, ജോലിക്ക് കയറും 2 മാസം 3 മാസം ഇറങ്ങിപ്പോരേണ്ടി വരുന്ന അവസ്ഥകൾ, ചെയ്യാൻ പറ്റണില്ല. കർത്താവെ, ഞങ്ങളുടെ മക്കളെ ബലപ്പെടുത്തണമേ, ഞങ്ങളുടെ മക്കളെ ധൈര്യപ്പെടുത്തണമേ. അങ്ങയുടെ കരുത്തും ശക്തിയും സ്വന്തമാക്കി ജോലികൾ ഉത്തരവാദിത്വത്തോട് ചെയ്യാനും ഉന്നത സ്ഥാനത്തിൽ പ്രൊമോഷൻസ് ഒക്കെ ലഭിച്ച് ഞങ്ങളുടെ മക്കൾ ഉന്നത സ്ഥാനീയരായിട്ട് മാറുവാനും ഇടയാകത്തക്ക വിധം ജോലി മേഖലകളിലേക്ക് ഞങ്ങളുടെ മക്കളെ അനയിക്കണമേ, ഞങ്ങളുടെ മക്കളെ വളർത്തണമേ, അവരെ ഉറപ്പിക്കണമേ എന്ന് അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അതിനെല്ലാം വേണ്ട കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും വിശുദ്ധ കുരിശിനാൽ ഉദ്ധരിതമാക്കപ്പെട്ട സംരക്ഷണവും നൽകി ദൈവമായ കർത്താവിന്റെ മക്കളെ, നിങ്ങളുടെ മക്കളെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയിലൊക്കെ ഈ ദിവസങ്ങളിൽ ശക്തമായിട്ട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയെ പങ്കെടുക്കുന്ന മക്കളെ പേര് ചൊല്ലി പറഞ്ഞിട്ട് വിശുദ്ധ കുർബാന മധ്യസ്ഥ പ്രാർത്ഥന സമയത്ത് നമ്മുടെ കൂട്ടായ്മയിൽ പങ്കുവെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കമന്റ് ബോക്സിലും അച്ഛൻ നേരിട്ടും നിങ്ങൾ ആത്മനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ നിത്യാരാധനയിലും നിങ്ങളെ, നമ്മുടെ കൂട്ടായ്മയെ ഒരിക്കലും മറക്കാറില്ല. തീർച്ചയായിട്ടും എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് അനുഗ്രഹിച്ചതിന്റെ ഒത്തിരി സാക്ഷ്യങ്ങളും അനുഭവങ്ങളും, കർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ള വലിയ കൃപ ലഭിച്ചതിന്റെ ഒത്തിരി പങ്കുവെക്കലൊക്കെ അച്ഛന് ലഭിക്കാറുണ്ട്.
അതെല്ലാം കൂട്ടായ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ എല്ലാവരും അനുഗ്രഹിക്കട്ടെ.